ബഹുമാനമുള്ള സയ്യിദ് അലി ബാഫഖ് തങ്ങളവர்கள், മറ്റ് സാദാത്തുക്കൾ, ഉലമാക്കൾ, മുത്തഅല്ലിമുകൾ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, 1964 മങ്ങാട് ജമാഅത്ത് പള്ളിയിൽ ആണ് ഞാൻ ആദ്യമായി ദർസ് തുടങ്ങിയത്. ഒരു ബഖിയാത്തു സ്വാലിഹാത്തിൽ സദർ മുദരിസായിരുന്ന ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുന ഷെയ്ഖ് ഹസൻ ഹദത്ത് നവ്വറല്ലാഹു മർക്കദഹു, അവര് ആണ് ബഖിയാത്തു സ്വാലിഹാത്തിൽ അന്ന് സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം, ജാമിഉ തിർമിദി ഇങ്ങനെയുള്ള ഹദീസിൻ്റെ കിതാബുകളെല്ലാം ദർസ് നടത്തിയത്. അക്കാലത്ത് ഞാൻ ബഖിയാത്തു സ്വാലിഹാത്തിൽ ചെന്ന് പരീക്ഷയിൽ മുത്തവ്വൽ ക്ലാസ്സിലേക്ക് പാസ്സായി എങ്കിലും ശൈഖ് ഹസ്രത്ത് ബുഖാരിയുടെ 1-ാം ഭാഗം ദർസ് നടത്തൽ മുഖ്തസർ ക്ലാസ്സിലാണ് എന്ന കാരണം കൊണ്ട് അവരെ കൊണ്ട് ബുഖാരി ഓതണം എന്ന ലക്ഷ്യം വെച്ച് ഞാൻ ഒരു കൊല്ലം വർദ്ധിച്ചാലും മുഖ്തസർ ക്ലാസ്സിൽ പഠിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് ഉസ്താദ് രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ് എന്ന് മാത്രമല്ല, രാത്രി ഉറക്കത്തിൽ നിന്ന് എപ്പോൾ ഉണർന്നാലും വുളു എടുത്തിട്ടല്ലാതെ രണ്ടാമത് ഉറങ്ങുകയില്ല. ആ കാലത്ത് അവിടെ ഇലക്ട്രിക് ലൈറ്റുകളോ പൈപ്പുകളോ ഒന്നുമില്ലാത്ത കാലവുമാണ്. താഴെ ഒരു കോണി ഇറങ്ങിപ്പോയി വെള്ളം കിണറിൽ നിന്ന് കോരിയെടുത്ത് കൊണ്ടുവരണം ഷേഖുനാക്ക് വുളു എടുക്കാൻ. അപ്പം ചില ദിവസം വെള്ളം തീർന്നു പോയാൽ അവിടുന്ന് താമസിക്കുന്ന റൂമിൻ്റെ 3-ാമത്തെ റൂമിലാണ് ഞാൻ താമസിക്കുന്നത്. ആ റൂമിൽ ഒന്നുമില്ലെങ്കിൽ ഒരു വിരലുകൊണ്ട് ഇങ്ങനെ മുട്ടും. ഈ ഒരു വിരലുകൊണ്ട് മുട്ടിയാൽ എനിക്ക് മനസ്സിലായി ഇത് ഷെയ്ഖിനെയാണ് ഈ മുട്ടുന്നത്. ഉടനെ ഞാൻ എഴുതിയിട്ട് താഴെ പോയി വെള്ളം കോരി കൊണ്ടുവന്ന് കൊടുക്കും. അവർ വുളു എടുക്കും. വുളു എടുത്തിട്ട് പിന്നെയും ഉറങ്ങും. ഈ ഒരു ബന്ധം ഉള്ളത് കൊണ്ട് ഞാൻ എൻ്റെ ദർസ് തുടങ്ങാൻ ഷെയ്ഖുന അവരുകളെ ക്ഷണിച്ചു. ഒരൊറ്റ സ്ഥലത്തും അവർ ദർസ് തുടങ്ങാൻ പോയിട്ടില്ല. എൻ്റെ ദർസ് തുടങ്ങാൻ മങ്ങാട് ജമാഅത്ത് പള്ളിയിൽ എത്തി. 1964 ശവ്വാൽ മാസം 14 ദർസ് തുടങ്ങി. ഏത് കിതാബാണ് തുടങ്ങുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ബുഖാരി എടുത്ത് കൊണ്ടുവരൂ, അത് തന്നെ നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞു.
ബുഖാരി കൊണ്ടുവന്ന് തുടങ്ങി തന്നു. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് അന്ന് മുതൽ ഇന്ന് രാവിലെ വരെയും 60 കൊല്ലമായി ഞാൻ സഹീഹുൽ ബുഖാരി ദർസ് നടത്തിക്കൊണ്ടിരിക്കാറുണ്ട്. ഞാനിത് പറയുന്നത് ആ കാലത്ത് എൻ്റെ അടുത്തുള്ള മുദരിസ് കുട്ടികളായിരുന്നു. ആ കൂട്ടത്തിൽ ഉയർന്ന വിദ്യാർത്ഥികളായിരുന്നു. ഒന്ന് UP അബൂബക്കർ കുട്ടി മുസ്ലിയാർ, അണ്ടോണ PK മൊയ്തീൻ മുസ്ലിയാർ, അതുപോലെ വയനാട് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, CP അബ്ദുൽ ഖാദർ മുസ്ലിയാർ, കാന്തപുരത്തുണ്ടായിരുന്ന CP മുഹമ്മദ് മുസ്ലിയാർ. അവരെല്ലാവരും മരിച്ചുപോയി. അല്ലാഹു തആല അവർക്കെല്ലാം ദർജ ഏറ്റി കൊടുക്കട്ടെ. ആ കാലഘട്ടത്തിൽ എൻ്റെ ദർസിൽ പഠിച്ച 2 വിദ്യാർത്ഥികളാണ് കരുവമ്പലിൽ നിന്ന് KP മുഹമ്മദ് മുസ്ലിയാർ, ഒന്ന് മർഹൂം KK മുഹമ്മദ് മുസ്ലിയാർ. അള്ളാഹു അവർക്ക് 2 പേർക്കും വലിയ ദർജ ഏറ്റിക്കൊടുക്കട്ടെ. ഈ 2 ആളുകളെയും ഞാൻ അവസാനം മർക്കത്തിൽ കൊണ്ടുവന്ന് മുദരിസാക്കി. KKയും മുദരിസായി, KP മുഹമ്മദ് മുസ്ലിയാരും മർക്കത്തിൽ മുദരിസായി. എന്നാൽ എൻ്റെ അടുത്ത് വല്ല മസ്അലയും ചോദിക്കാൻ ആരെങ്കിലും വന്നാൽ ഇബാറത്ത് എഴുതി കൊടുക്കണം എന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഉടനെ AP മുഹമ്മദ് മുസ്ലിയാരുടെ അടുക്കലേക്ക് ആ ആളെ അയക്കും. അദ്ദേഹം പെട്ടെന്ന് കിതാബ് മറിച്ച് ഞാൻ മേലെ എഴുതിയ ജവാബിനോട് യോജിച്ച ഇബാറത്ത് കിതാബിൽ നിന്ന് എഴുതി ചേർത്തി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കിതാബ് മറിക്കാനും കിതാബിൽ ഒരു മസാല കണ്ടെത്താനും ഉള്ള പ്രാപ്തി, വലിയ പ്രാപ്തിയായിരുന്നു AP മുഹമ്മദ് മുസ്ലിയാർക്ക് ഉണ്ടായിരുന്നത്. കൊട്ടപ്പുറം വാദപ്രതിവാദം നടക്കുന്ന സമയത്തും ഞങ്ങൾ പെട്ടെന്ന് കിതാബ് മറിക്കേണ്ടി വന്നാൽ അത് മറിക്കാൻ ഏൽപ്പിച്ചത് AP മുഹമ്മദ് മുസ്ലിയാരെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന് വലിയ ഒരു കഴിവാണ് ഇബാറത്ത് കിതാബിൽ നിന്ന് ഏത് കിതാബിലാണ് ഏത് പേജിലാണ് ഉള്ളത് എന്ന് ഓർത്ത് പെട്ടെന്ന് മറിച്ച് മുമ്പിൽ തരാനുള്ള വലിയൊരു കഴിവ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ കാന്തപുരത്ത് നിന്ന് മർക്കത്തിലേക്ക് മഹാനവർകളെ കൊണ്ടുവരികയും അവിടെ പ്രധാനപ്പെട്ട മുദരിസുമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി വലിയ വലിയ കിതാബുകൾ ദർസ് നടത്താൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. ഞാൻ ലീവാകുമ്പോൾ സഹീഹുൽ ബുഖാരി ദർസ് നടത്താനും അദ്ദേഹത്തെ തന്നെയായിരുന്നു ഞാൻ ഏൽപ്പിക്കാറുള്ളത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഖലാഹ് കൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ ആദ്യമായി വിളിച്ചു. ആ വിളി അനുസരിച്ച് അവിടുന്ന് പോയി. അല്ലാഹു തആല നമ്മളെ എപ്പോഴാണ് വിളിക്കുന്നത് എന്നറിയില്ല. ആ സമയത്ത് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി തരട്ടെ. ഇവിടെ ആ മഹാനവറുകളുടെ അനുസ്മരണമായതുകൊണ്ട്
ഒരു മസാല പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ചില സ്ഥലത്ത് മരിച്ച വീട്ടിൽ ചെന്നാൽ മയ്യത്ത് എടുക്കാൻ അടുക്കുമ്പോൾ നമ്മളൊക്കെ ഫാത്തിഹ ഓതി യാസീൻ ഓതി ദുആ ചെയ്യാറുണ്ടല്ലോ. ഞാൻ ഒരു സ്ഥലത്തുനിന്ന് കണ്ടു, ഇതിനേക്കാളും കൂടുതൽ ആളുകൾ കൂടിയ വലിയ ഒരു സദസ്സ്. അവിടെ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞപ്പോഴേക്ക് ചുരുണ്ട് ഈ മൂലയിലുള്ളവർ അങ്ങേ മൂലയിലെത്തി. ആകെ 1000 ആളുള്ളതിൽ 4 ആൾ മാത്രം മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ. അവർ യാസീനിൽ പങ്കെടുക്കൂല, യാസീൻ ഓതാൻ പാടില്ല, ഖുർആൻ മരിച്ചവർക്ക് ഖുർആൻ ഓതാൻ പാടില്ല എന്ന വാദക്കാരാണ് എപ്പോഴും അവർ പ്രസംഗിക്കുന്നവരും. മരിച്ചവർക്ക് ഖുർആൻ ഓതാൻ പാടില്ല. അതിന് തെളിവ് ഇമാം നബവിയുടെ ശറഹ് മുസ്ലിമിൽ അതിൻ്റെ 11-ാമത്തെ പേജിൽ പറഞ്ഞതായി കാണാം. ഇന്ന സ്വതക്കത്ത വദ്ദുആ യസിലു ലിൽ മയ്യിത്തി ബിത്തിഫാഖിൽ മുസ്ലിമീൻ വഅമ്മാ ഖിറാഅത്തുൽ ഖുർആനി വൽ മശ്ഹൂർ അന്നഹു ലാ യസിലു. അവിടെയുള്ള എന്താ, ഒരു മരിച്ച വ്യക്തിക്ക് വേണ്ടി സദക്ക ചെയ്താൽ അതിൻ്റെ പ്രതിഫലവും അതുപോലെ ചൂടുവെള്ളം കൊണ്ട് ചൂടുവെള്ളം സദക്ക ചെയ്താൽ അതിൻ്റെ പ്രതിഫലവും ദുആ ചെയ്താൽ അതിൻ്റെ പ്രതിഫലവും മയ്യിത്തിന് കിട്ടും എന്നതിൽ ലോകത്ത് ആർക്കും അഭിപ്രായം വ്യത്യാസമില്ല. എല്ലാവരും അത് കിട്ടുമെന്ന് ഇത്തിഫാക്കാണ്. ലോകത്ത് ഒരു പണ്ഡിതനും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. എന്നാൽ വഅമ്മാ ഖിറാഅത്തുൽ ഖുർആനി ഫൽ മശ്ഹൂർ അന്നഹു ലാ യസിലു. ഖുർആൻ ഓതിയാൽ കിട്ടൂല എന്നാണ് ഷാഫി ഇമാമിൻ്റെ മശ്ഹൂറായ ഖൗല് എന്നവിടെ ഉണ്ട്. ഈ സാധുക്കൾ അത് നോക്കിയിട്ട് പാവങ്ങളെ പറ്റിക്കുകയാണ്. എന്താണ് തർക്കം? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, 2 ഇമാമിങ്ങളുടെ ഇടയിൽ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷാഫി ഇമാം പറയുന്നത് മയ്യിത്തിന് വേണ്ടി ഖുർആൻ ഓതുമ്പോൾ ആ ഓത്ത് മയ്യിത്തിൻ്റെ അടുത്ത് വെച്ച് ആവുകയോ അല്ലെങ്കിൽ ഖബറിൻ്റെ അടുത്ത് വെച്ച് ആവുകയോ ചെയ്തിട്ട് അദ്ദേഹത്തെ കരുതിയാൽ കൂലി കിട്ടും. മറ്റ് ഖബറിൻ്റെ അടുത്തുമല്ല, മയ്യിത്തിൻ്റെ അടുത്ത് വെച്ചുമല്ല, വേറെ എവിടെയോ ഓതുകയാണ്. എന്നാൽ ഈ ഓത്തിൻ്റെ കൂലി എനിക്ക് തരുന്നതുപോലെ ഇന്ന ആൾക്ക് കൊടുക്കണം എന്ന് അല്ലാഹുമ്മ ഔസിൽ സവാബ ഹാദിഹിൽ ഖിറാഅത്തി ലി ഫുലാനിൻ, എനിക്ക് തരുന്നതുപോലെ ഉള്ള കൂലി അല്ലാഹുവേ ഇന്നയാൾക്ക് കൊടുക്കണം എന്നൊരു ദുആയും കൂടി വേണം. എങ്കിൽ മാത്രമേ കൂലി കിട്ടുകയുള്ളൂ. അതാണ് ശറഹ് മുസ്ലിമിൽ ഒരു സ്ഥലത്ത് ഫൽ മശ്ഹൂർ അന്നഹു ലാ യസിലു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം.
എന്ന് ഇമാം നവവി തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നമുക്ക് വ്യക്തമാക്കി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്നാൽ അബൂ ഹനീഫ ഇമാം പറയുന്നത് അങ്ങനെയല്ല. അവർ പറയുന്നത് മയ്യത്തിൻ്റെ അടുത്ത് വെച്ച് ഓതി അദ്ദേഹത്തെ കരുതിയാലും ഖബറിൻ്റെ അടുത്ത് വെച്ച് അദ്ദേഹത്തെ കരുതിയാലും കിട്ടുന്നത് പോലെ മറ്റ് ദൂര സ്ഥലത്ത് നിന്ന് ഓതിയിട്ട് ആ ആളെ കരുതിയാലും കൂലി കിട്ടും. പ്രത്യേക ഒരു ദുആ അതിന് ആവശ്യമില്ല എന്നാണ് ഇമാമുൽ ആദം അബൂ ഹനീഫ തങ്ങളുടെ അഭിപ്രായം. അപ്പം ചുരുക്കത്തിൽ മയ്യത്തിൻ്റെ അടുത്ത് വെച്ചോ ഖബറിൻ്റെ അടുത്ത് വെച്ചോ ഓതാത്തെ ദൂരസ്ഥലങ്ങളിൽ വെച്ച് മയ്യത്തിന് വേണ്ടി ഖുർആൻ ഓതിയാൽ അവിടെ ദുആ വേണമോ വേണ്ടയോ ഇതിൽ മാത്രമാണ് ഇമാമുകൾക്കിടയിൽ തർക്കമുള്ളത്. അതല്ലാതെ കൂലി കിട്ടുമോ കിട്ടൂലേ എന്നതിൽ ഒരു ഇമാമിനും തർക്കമില്ല, അഭിപ്രായവും ഇല്ല. അഭിപ്രായ വ്യത്യാസം ആ വിഷയത്തിൽ അവർക്കാർക്കുമില്ല. അതുകൊണ്ട് ദുആ വേണം എന്ന കാരണത്താലാണ് നമ്മൾ ഉസ്താദന്മാരൊക്കെ അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഅതുഹു, ഞാൻ ഓതിയ ഈ ഖിറാഅത്തിൻ്റെ സവാബ് അതിൻ്റെ എനിക്കേതായാലും കിട്ടുമല്ലോ, അതിൻ്റെ മിസില് ആൾക്ക് ഇന്നയാൾക്ക് കൊടുക്കണം എന്നത് ആർക്കും. ഇനി മിസില് കൂട്ടിയാതെയുണ്ട്. അല്ലാഹുമ്മ ഔസിൽ സവാബ മാ ഖറഅതുഹു എന്നും ഉണ്ട് ചില ദുആകളിൽ. മിസില് കൂട്ടിയാലും കൂട്ടിയില്ലെങ്കിലും എനിക്ക് കൂലി തരുന്നത് പോലെ എൻ്റെ ഖിറാഅത്തിന് ഇന്ന ആൾക്കും കൂടി കൂലി കൊടുക്കണം അല്ലാഹ് എന്ന് ദുആ ചെയ്യണം എന്നാണ് ഷാഫി മദ്ഹബിൽ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മളെ എല്ലാ ഉസ്താദുമാരും എല്ലാ സയ്യിദന്മാരും അല്ലാഹുമ്മ ഔസിൽ എന്ന് പറയുന്ന ഈ ദുആ ചെയ്യാറുള്ളത്. അപ്പം ചുരുക്കത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ കൂലി കിട്ടുമോ ഇല്ലയോ എന്ന് ഇമാമുകൾക്കിടയിൽ തർക്കമില്ല. പിന്നെ പ്രത്യേക ദുആ വേണമോ വേണ്ടയോ, വേണം എന്ന് ഒരാൾ വേണ്ട എന്ന് വേറൊരാളും. അപ്പം അത്രയും ലളിതമായി മയ്യത്തിൻ്റെ കൂലി കിട്ടുമെന്ന വിഷയത്തിൽ എല്ലാ ഇമാമികളും ഇതുപോലെ തന്നെയാണ് മാലിക്കി ഹംബലി മദ്ഹബുകളിലും ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് മരിച്ചവർക്ക് 31 ഖത്ം ഓതി അല്ലെങ്കിൽ 2 കോടി സ്വലാത്ത് ചൊല്ലി എന്നൊക്കെ പറയുമ്പോൾ വിവരമില്ലാത്ത ജനങ്ങൾ ദൂരെ നിന്ന് ചിരിച്ചിട്ട് ഖുർആനെയും ഹദീസിനെയും ഉലമാവിനെയും ഒക്കെ കളിയാക്കുന്ന പരിഹസിക്കുന്ന സ്വഭാവം നമുക്ക് അറിവുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും അതിൽ നിങ്ങളെ ചെറുപ്പക്കാർ പെട്ടുപോകരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ സറഹ് മുസ്ലിമിൻ്റെ ഇബാറത്ത് തന്നെ ഞാൻ വായിച്ചത് അതിനാണ്. ആ ഇബാറത്ത് വായിച്ചു കൊണ്ട് ആളുകളെ പറ്റിക്ക് കണ്ടില്ലേ, ഷാഫി ഇമാമ് പറഞ്ഞത് കിട്ടൂലെന്നല്ലേ പറഞ്ഞത്, അത് നബി ഇമാമ് വിവരിച്ചിട്ടില്ലേ ഇത് കിട്ടൂലെന്ന്. കൊടുക്കാതിരുന്നാൽ കിട്ടുമോ? കൊടുത്താലല്ലേ കിട്ടുള്ളൂ. അപ്പോൾ ഖുർആൻ ഓതിയാൽ പോരാ, അത് കൊടുക്കുകയും കൂടി വേണം എന്നാണ് ഷാഫി ഇമാമ് പറഞ്ഞത്. കൊടുത്തില്ലെങ്കിലും അയാളെ കരുതിയാൽ തന്നെ കിട്ടുമെന്നാണ് ഇമാമു അബൂ ഹനീഫ പറഞ്ഞത്. ഈ വ്യത്യാസമല്ലാതെ മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതിയാൽ ഫലമില്ല
എന്ന് പറഞ്ഞ ഒരു പണ്ഡിതനെയും നമുക്ക് കാണാൻ സാധ്യമല്ല. ഇഖ്റഊ അലാ മൗതാക്കും സൂറത്ത് യാസീൻ. മരിച്ചു കഴിഞ്ഞാൽ ആ മയ്യത്തിൻ്റെ അടുക്കൽ നിങ്ങൾ യാസീൻ ഓതണം എന്ന ഹദീസ് ജാമിഉ തിർമിദിയിൽ റിവായത്ത് ചെയ്തിട്ട് ഹദീസ് സഹീഹാണ്. യാതൊരു അഭിപ്രായ വ്യത്യാസവും ഈ ഹദീസിനെ സംബന്ധിച്ച് ഇല്ല എന്ന് ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ ജാമിയിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യാസീനൊരു പ്രത്യേകതയുണ്ട്. ഇഖ്റഊ അലാ മൗതാക്കും സൂറത്ത യാസീൻ. നിങ്ങൾ മരിച്ചവരുടെ മേൽ യാസീൻ ഓതണം എന്ന് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എടുത്തു കളഞ്ഞിട്ട് ആളുകളെ എല്ലാം എടുത്തു കളഞ്ഞ് പറ്റിക്കുന്ന വിഭാഗം വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ പറ്റിക്കാരൻ നമ്മളെ ബാപ്പമാർക്കും ഉമ്മമാർക്കും എന്തെങ്കിലും ഗുണം കിട്ടുന്നത് ഇല്ലാതെയാക്കാനുമാണ് ഈ കൗമ് വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലാവാത്തവരാണല്ലോ ഞാനിപ്പോൾ പറഞ്ഞത്. ഖുർആൻ ഓതിയാൽ കൂലി കിട്ടുമോ കിട്ടൂലേ എന്ന് ഇമാമിയങ്ങൾക്ക് തർക്കമേ ഇല്ല. ഓതിയതിൻ്റെ ശേഷം അത് കൊടുക്കണമെന്ന് പ്രത്യേകമായ ഒരു ദുആ വേണമോ വേണ്ടയോ എന്ന വിഷയത്തിൽ മാത്രമാണ് ഇമാമുകൾക്കിടയിൽ ഖിലാഫ് ഉള്ളത് എന്ന് നിങ്ങൾ എല്ലാവരും ശരിക്കും മനസ്സിലാക്കണം. ആരോട് ചോദിച്ചാലും ഈ കാര്യം ആലിമീങ്ങൾ, വിവരമുള്ള ആളുകൾ നിങ്ങൾക്ക് കിതാബിൽ നിന്ന് എടുത്ത് കാണിച്ചു തരും. ഞാൻ ഈ വിഷയത്തിൽ ഈസ്വാലു സവാബ് എന്ന പേരിൽ ഒരു കിതാബ് തന്നെ അറബി ഭാഷയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കരുവമ്പയിൽ പണ്ടേ അങ്ങനെ ചെറിയ ചെറിയ വിത്ത് ഉള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ മരണപ്പെട്ടു പോയ ഒരു പണ്ഡിതൻ്റെ അനുസ്മരണം ആണ് എന്നതുകൊണ്ടും ഞാൻ ഈ വിഷയം പറഞ്ഞതേ ഉള്ളൂ. മരിച്ച വീട്ടിൽ പോയാൽ ഖുർആൻ ഓതുക. അബൂ സലമത്ത് റളിയല്ലാഹു അൻഹു വഫാത്തായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഏതാനും സഹാബികളും അവിടെ വീട്ടിൽ പോയി. അങ്ങനെ ഫാത്തിഹയും ആമന റസൂലു, ആയത്തുൽ കുർസി, ആമന റസൂലു തുടങ്ങിയ ആയത്തുകളും ഓതി. അതിൻ്റെ ശേഷം അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമത്ത വർഹംഹു എന്ന് പറഞ്ഞ ഉടനെ തന്നെ വബാരിക് അലാ അഹ്ലിഹി വഅഖ്ലിഫ് ലി അഹ്ലിഹി ഖൈറൻ മിൻഹു എന്ന് ദുആ ചെയ്തു. മരിച്ച വീട്ടിൽ പോയാൽ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. മയ്യത്തിൻ്റെ ഭാര്യയോ മക്കളോ
കുടുംബങ്ങളോ ഹയാത്ത് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയും നമ്മൾ ദുആ ചെയ്യൽ സുന്നത്താണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മരിച്ചു കിടക്കുന്ന അബൂ സലമത്തിന് വേണ്ടി ദുആ ചെയ്തതിന് ശേഷം ദുആ ചെയ്യുന്നു. അബൂ സലമൻ്റെ അഹ്ല്, ഭാര്യ, മക്കൾ അവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണം അല്ലാഹ് എന്നും ദുആ. എന്നിട്ട് പിന്നെ ഇന്നും ദുആ. എന്നിട്ട് പിന്നെ എന്ത് പറഞ്ഞു? അബൂ സലമയുടെ ഭാര്യക്ക് അബൂ സലമയേക്കാൾ നല്ലൊരു ഭർത്താവിനെ കൊടുക്കണം അല്ലാഹ് എന്ന് ദുആ. മഹദിയായ ഉമ്മു സലമത്ത് ബീവി റളിയല്ലാഹു അൻഹ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലാണല്ലോ ദുആ ചെയ്തത്, അപ്പം അതിന് സംശയം ഉണ്ടാവില്ല. എന്നാൽ എൻ്റെ ഭർത്താവിനേക്കാൾ ഖൈറായ ഒരു ഭർത്താവിനെ എനിക്ക് തരണമെന്ന് ദുആർന്നപ്പോൾ ഈ ഭൂമിൻ്റെ മുകളിൽ അള്ളാഹുവിൻ്റെ റസൂലല്ലാതെ വേറെ ആൾ എൻ്റെ ഭർത്താവിനേക്കാൾ നല്ലതായി എനിക്ക് തോന്നിയിട്ടുമില്ല. പിന്നെ എന്താണ് ഈ ദുആൻ്റെ ഫലം എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അള്ളാഹുവിൻ്റെ ഓർഡർ അബൂ സലമത്തിൻ്റെ ഭാര്യയായിരുന്ന ഉമ്മു സലമത്തിനെ തങ്ങൾ വിവാഹം ചെയ്യണം നബിയെ എന്ന് അള്ളാഹുവിൻ്റെ ഓർഡർ ഉണ്ടായി. ആ ഓർഡർ പ്രകാരം ഉമ്മു സലമത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, നബി തങ്ങൾ വിവാഹം ചെയ്തു. അതുകൊണ്ടാണ് നേരത്തെ തന്നെ ഫഅഖ്ലിഫ് അലാ അഹ്ലിഹി ഖൈറൻ മിൻഹു എന്ന് ദുആ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലായി. കാരണം വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്ക് പുറത്ത് വന്നാൽ അത് വഹി കൊണ്ട് മാത്രമാണ്. വഹിയില്ലാതെ ഒരു വാക്ക് അവിടുത്തെ വായിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല. അത്രയും മഹത്വമാണല്ലോ അള്ളാഹുവിൻ്റെ റസൂലിനുള്ളത്. ഒരു കലിമത്ത് പോലും അവിടുത്തെ വായിൽ നിന്ന് പുറത്ത് വരില്ല അള്ളാഹുവിൻ്റെ വഹി കൂടാതെ. അപ്പോൾ വഖ്ലിഫ് അലാ അഹ്ലിഹി എന്ന് നേരത്തെ ദുആ ചെയ്തത് അള്ളാഹുവിൻ്റെ വഹി പ്രകാരമാണ്. ആ വഹി പിന്നെ ഇവിടെ നടപ്പിൽ വരുത്തുന്നത് കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷമാണ്. പ്രിയപ്പെട്ട സഹോദര സഹോദരികൾ മനസ്സിലാക്കണം, അങ്ങനെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആനോദലും അവർക്ക് വേണ്ടി ദുആ ചെയ്യലും ഇത് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മളെല്ലാവരും മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ, AP മുഹമ്മദ് മുസ്ലിയാർ, അതുപോലെ തന്നെ KK മുഹമ്മദ് മുസ്ലിയാർ വലിയ ബുദ്ധിമാനായിരുന്നു, ഭയങ്കര അക്കലായിരുന്നു. ഒരക്കൽ ഒന്ന് കേട്ടാൽ അത് മറക്കൂല, അങ്ങനത്തെ ബുദ്ധിമാനായിരുന്നു. രണ്ടാളെയും അള്ളാഹു തആല വിളിച്ചു കളഞ്ഞു. അള്ളാഹു അവർക്ക് ദർജയേറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫുൽ ജീലാനി വൈലത്തൂർ തങ്ങളവറുകൾ ഇവിടെ ഒരു സമ്മേളനത്തിന് വന്ന് ഇത് കഴിഞ്ഞ് പോയിട്ട് അന്ന് രാത്രിയാണ് മരണപ്പെട്ടു പോയത്. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് അള്ളാഹു തആല ദർജയേറ്റി കൊടുക്കട്ടെ. അവരെ ഖബറിനെ അള്ളാഹു തആല പ്രകാശിപ്പിക്കട്ടെ. ആ തങ്ങളെ മരണം വരെ
തങ്ങൾക്ക് വരാനും ഇരിക്കാനും ചികിത്സ ചെയ്യാനുമൊക്കെ സൗകര്യപ്പെടുത്തി കൊടുത്ത ആളായതു കൊടുവള്ളി അധികാരി എന്നറിയപ്പെടുന്ന കുഞ്ഞമ്മദ് ഹാജി മർക്കത്തിൻ്റെ ട്രഷററായി മരണം വരെ പ്രവർത്തിച്ച ആൾ. അല്ലാഹു തആല ആ കൊടുവള്ളി അധികാരിക്കും എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കട്ടെ. അവരെ ഖബറിനെ അല്ലാഹു തആല സ്വർഗ്ഗതോപ്പാക്കി കൊടുക്കട്ടെ. അവരെ ദർജനെ അല്ലാഹു തആല ഏറ്റി കൊടുക്കട്ടെ. അല്ലാഹു തആല നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവരെയും ഈ നാട്ടിൽ നിന്ന് മരിച്ചു പോയ വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾ, KV മോയിൻകുട്ടി ഹാജിയെപ്പോലെ അങ്ങനെ എത്രയോ പണക്കാരും നേതാക്കളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രവർത്തകർ മരിച്ചുപോയ നാടാണ് ഈ നാട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവൻ്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ അവൻ തൗഫീഖ് നൽകി തരുമാറാകട്ടെ. നമ്മുടെ ആയുസ്സിനെ അല്ലാഹു തആല എത്ര നീട്ടാൻ ഉദ്ദേശിക്കുന്നുവോ അത്രയും നീട്ടുന്ന സമയത്തെല്ലാം ദീനുൽ ഇസ്ലാമിന് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കരുവമ്പയിലെ സുന്നത്ത് ജമാഅത്തിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ അടുത്ത പ്രദേശത്തുകാർക്കെല്ലാം മാതൃകയാണ്. ഒരു എന്താ കുട്ടികളവിടെ ഒച്ച കൂടുന്നത്, എല്ലാവർക്കും മാതൃകയാണ്. എല്ലാ മഹല്ലത്തുകളിലും അടിയും പിടിയും ബഹളവും കുഴപ്പവും എല്ലാം ഉണ്ടായ സമയത്ത് ഈ മഹല്ലത്തിൽ മാത്രം അങ്ങനെയുള്ള ഒരു കുഴപ്പവുമില്ലാത്ത സ്ഥലമാണ് ഈ മാതൃക. ഈ മഹല്ലത്ത് നിങ്ങൾ ഖിയാമത്ത് നാൾ വരെ അതേ മാതൃകയിൽ തന്നെ ജീവിക്കണം. ഭിന്നിപ്പ് ഉണ്ടാക്കി നമ്മളെ കുഴപ്പത്തിലാക്കാൻ ഇബ്ലീസ് വല്ലാതെ ശ്രമിക്കും. അവനെ നമ്മൾ പരാജയപ്പെടുത്തണം. അതുകൊണ്ട് നമുക്ക് ഇബ്ലീസിനെ പരാജയപ്പെടുത്തിയാൽ വലിയ കൂലി ഉണ്ടാവും. സുബഹി നിസ്കാരത്തിന് മറ്റുള്ള 5 വഖത്തിൽ വെച്ച് മറ്റുള്ള നിസ്കാരത്തേക്കാൾ കൂടുതൽ കൂലി ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ. ഫജ്ർ നിസ്കാരത്തിൽ അല്ലാഹുവിൻ്റെ പ്രത്യേകമായ മലക്കുകൾ വരും എന്നൊക്കെ പറഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചൊല്ലി, വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു إذا انشق معروف من الفجر ساطع أرانا الهدى بعد العمى فقلوبنا به موقنات أنما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت ബിൽമുസ്തരിഖീനൽ മളാജിഉ. ഫജ്ർ നിസ്കാരം, സുബഹി നിസ്കാരം, അതിന് മറ്റുള്ള നിസ്കാരത്തെക്കാൾ കൂടുതൽ ഒരു പ്രത്യേകത ഉണ്ടാവാൻ കാരണം എന്താണെന്നറിയോ? പല കാരണമുണ്ട്. അതിന് ഒരു കാരണം ഞാൻ പറയാം. ഒന്ന്, ഫജ്ർ നിസ്കാരം കൊണ്ട് അടുത്ത് വരുന്ന സമയത്ത് ഈ ഇബ്ലീസ് വരും. എന്നിട്ട് അവൻ ബാലശൈത്താനും ഫീ ഉദ്നൈഹി എന്നാണ് ഹദീസ്. ശൈത്താൻ ഇവൻ്റെ 2 കാതിലും മൂത്രമൊഴിക്കും. അഥവാ 2 കാതിലും മൂത്രമൊഴിപ്പിച്ച് തണുപ്പിച്ചിട്ട് അവനോട് പറയുന്നു, ഉർഖുദ് വല്ലൈലു തവീൽ,
ഇനി കുറച്ചും കൂടി ഉറങ്ങിക്കോ, രാത്രി കുറേ കൂടി ഉണ്ട്. കൊല്ലയിലും തൊവിയിൽ രാത്രി ഇനിയും കുറേ സമയമുണ്ട്. അതുകൊണ്ട് ഉറക്കുന്നു ഉറങ്ങിക്കോ അതിങ്ങനെ ഈ ഇബ്ലീസ് പറഞ്ഞുകൊണ്ടിരിക്കും. ആ സമയത്ത് അവനോട് ജിഹാദ് ചെയ്തിട്ട് അവനെ ആട്ടി ഓടിച്ച് എഴുതിയിട്ട് സുബഹി നിസ്കരിക്കണം. അതുകൊണ്ടാണ് ആ സുബഹി നിസ്കാരത്തിന് മറ്റുള്ള നിസ്കാരങ്ങളെക്കാൾ കൂടുതൽ അല്ലാഹു തആല പ്രതിഫലം വെച്ചിട്ടുള്ളത്. ഇബ്ലീസ് അതിനായിട്ട് ഇങ്ങനെ കാത്തു കുത്തിരുന്നിട്ട് ഉറുക്കുത് വല്ലയിൽ തൊവിയിൽ, രാത്രി ഇനിയും സമയമുണ്ട്, കുറച്ചും കൂടി ഉറങ്ങിക്കോ എന്നിങ്ങനെ പറയും. ആ പറയുന്ന സമയത്ത് പോടാ നീ അവിടുന്ന് എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസിനെ ആട്ടി ഓടിച്ച് നിസ്കരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം. അതുകൊണ്ടാണ് സുബഹി നിസ്കാരത്തിന് മറ്റുള്ള നിസ്കാരത്തെക്കാൾ കൂടുതൽ പ്രതിഫലമുണ്ടായത്. നിസ്കാരം തന്നെ പൊതുവെ അല്ലാഹു തആലയുമായി മനുഷ്യനെ അടുപ്പിക്കുന്ന സുമ്മിയത്തി സ്വലാത്തു സ്വലാത്തൻ ലിഅന്നഹാ വസ്ലത്തുൻ ബൈനൽ അബ്ദി വബൈന റബ്ബിഹി, ഒരു മനുഷ്യനെ റബ്ബുമായി അടുപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് നിസ്കാരം. അതുകൊണ്ട് എല്ലാവരും നിസ്കാരം കൂടുതൽ ഫർദ് നിസ്കാരത്തിൻ്റെ പുറമെ കഴിവിൻ്റെ പരമാവധി സുന്നത്ത് നിസ്കരിക്കുകയും വേണം. അങ്ങനെ അല്ലാഹു തആലയുമായി മനുഷ്യനെ അടുപ്പിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യമാണ് നിസ്കാരം. എല്ലാവരും സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിക്കണം. നിങ്ങൾ കേട്ടില്ലേ, ബഹുമാനപ്പെട്ട സ്വഹാബി റബീഅത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വുളു എടുക്കാൻ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു. ഞാൻ അങ്ങയുടെ കയ്യിൽ വെള്ളം ഒഴിച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ സമ്മതം കൊടുത്തു. നീ ഒഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ വാപ്പയും ഉമ്മയും ഒക്കെ മക്കളെ കൊണ്ട് വുളു എടുപ്പിക്കുക, വുളു എടുക്കുമ്പോൾ വെള്ളം കരം ഒഴിപ്പിച്ച് അവർക്ക് വുളു പഠിപ്പിക്കൽ നല്ലതാണ്. അതുപോലെ ഉസ്താദന്മാർ ശിഷ്യന്മാരെ കൊണ്ട് വെള്ളം ഇങ്ങനെ ഒഴിപ്പിച്ചാൽ അത് അവർക്ക് അദബ് പഠിപ്പിക്കലാണ്. ആ നിലക്ക് റബീഅത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, പൊന്നാര നബിയെ, അങ്ങയുടെ വുളുവിൻ്റെ വെള്ളം ഞാൻ ഒഴിച്ചു തരട്ടെയോ? ഓ, അങ്ങനെ ചെയ്തോന്ന് പറഞ്ഞ് സമ്മതം കൊടുത്ത് അങ്ങനെ റബീഅത്ത് വെള്ളം കനി ഒഴിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളൂ ചെയ്യുന്നു. അതിൻ്റെ ഇടക്കാണ് അതിൻ്റെ ഇടക്കാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, സൽ യാ റബിയ, നിനക്ക് ആവശ്യമുള്ളത് എന്താ ചോദിച്ചു. അപ്പോൾ റബിയത്ത് പറഞ്ഞു, അംഹിൽനി യാ റസൂലല്ലാഹ്, കുറച്ച് സമയം തരണം, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താണ് ചോദിക്കേണ്ടത് എന്ന്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ റസൂലുള്ള പിന്നെയും സൽ ചോദിക്കുന്നു. അപ്പോഴും പറഞ്ഞു, അംഹിൽനി യാ റസൂലല്ലാഹ്,
മൂന്നാമത്തെ പ്രാവശ്യം സൽ യാ റബിയ, റബിയത്തെ ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ റബിയത്ത് പറയുന്നു അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. പുന്നാര നബിയെ, ഞാൻ അഥവാ സ്വർഗത്തിൽ കടന്നാൽ തന്നെ ഞാൻ താഴെ വർത്തമയിലായി, തങ്ങളാവട്ടെ സ്വർഗത്തിൻ്റെ ഏറ്റവും വലിയ മഹോന്നതമായ പദവിയിലായിരിക്കും. അപ്പം തങ്ങളെ എനിക്ക് കാണാനും വരാനൊന്നും കഴിയില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ ഖിദ്മത്ത് ചെയ്തു തരുന്നത് പോലെ അങ്ങയോട് കൂടെ സ്വർഗത്തിൽ മുറാഫക്കത്ത് ചെയ്യാൻ അങ്ങ് ഇരിക്കുന്ന ആ തലത്തേക്ക് കടന്നു വരാൻ എനിക്ക് അധികാരം തരണം എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, അവ ഖൈറദാലിക്കയാ റബിയ, അത്ര വലിയത് ചോദിക്കാതെ അത് ചോദിച്ചോന്ന് പറഞ്ഞാൽ ഒരു പരിധിയില്ലേ, അതൊന്ന് മാറ്റിയിട്ട് താഴോട്ട് വല്ലതും ചോദിക്കാമോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല ഇല്ല, എനിക്ക് അങ്ങോട്ടുള്ള മുറാഫക്കത്ത് തന്നെ വേണം എന്ന് റബിയത്ത് പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, എന്നാൽ ഞാൻ ഈ സ്ഥാനം നിനക്ക് തരയണമെങ്കിൽ നീ അധികമായി നിസ്കരിക്കുന്ന ആളായി തീരണം കേട്ടോ. നീ കസ്റത്ത് സുജൂദ് അധികമായി ചെയ്യുന്ന ആളായി തീരണം എന്ന് റബിയത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, സുജൂദ് ചെയ്ത് അല്ലാഹു തആലയിലേക്ക് അടുക്കുന്ന ഏറ്റവും വലിയ ഇബാദത്താണ് നിസ്കാരം. അതിൽ സുന്നത്ത് നിസ്കാരം എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കണം. പറന്നു നിൽക്കരിച്ചിങ്ങനെ ഓടിക്കളയുന്നതിന് പകരം ഏറ്റവും ചുരുങ്ങിയ മുഅക്കദായ സുന്നത്തുകളെങ്കിലും നിസ്കരിക്കാൻ ഒരാളും മറക്കരുത് എന്ന് പ്രത്യേകമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തി നമ്മിലൊന്നും പിരിഞ്ഞു പോയ KP മുഹമ്മദ് മുസ്ലിയാരും അതുപോലെ മറ്റുള്ള എല്ലാ ആളുകളും, ഞാനിപ്പോൾ കരീറ്റിപ്പറമ്പിൽ പോയിട്ടാ വരുന്നത്. നാസർ സഖാഫി മരിച്ചുപോയി, ഇബ്രാഹിം സഖാഫി മരിച്ചുപോയി. അവർക്ക് ഒരുപാട് പുതിയാപ്പളന്മാരൊക്കെ ഉണ്ട്. അവരൊക്കെ നല്ല ആലിമീങ്ങളും സഖാഫിമാരും ഒക്കെയാണ്. അവിടെ പോയിട്ടാണ് വരുന്നത് ഞാൻ. അങ്ങനെ കുറേ സഖാഫികൾ മരിച്ചുപോയി. മസഊദ് സഖാഫി ഈ ഭാഗത്തൊക്കെ വളരെ വഅദ് പറയുന്ന ആളായിരുന്നു. അല്ലാഹു തആല അദ്ദേഹത്തിനും ഇബ്രാഹിം സഖാഫിക്കും നമ്മുടെ എല്ലാ മരണപ്പെട്ടു പോയവർക്കും സ്വർഗം പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്തിൽ അല്ലാഹു നമ്മളെ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم ارحمنا بأنواع رحمتك يا أرحم الراحمين. أرحم الراحمين മലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളുടെ എല്ലാ
പ്രവർത്തനങ്ങളും നിന്റെ പൊരുത്തത്തിനു വേണ്ടിയുള്ള സാലിഹായ അമലായി സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടാൻ കാരണക്കാരനായ മർഹൂം AP മുഹമ്മദ് മുസ്ലിയാരുടെ ഖബറിനെ നീ സ്വർഗതപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. അതുപോലെ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിച്ചു പോയ എല്ലാ തക്കാഫിമാർക്കും എല്ലാ ആലിമീങ്ങൾക്കും സയ്യിദന്മാർക്കും പ്രവർത്തകർക്കും നീ സ്വർഗം പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കി തരണം അല്ലാഹ്. ബഹുമാനപ്പെട്ട സയ്യിദ് അലി വാഫഖി തങ്ങൾ പ്രായമുള്ള ആലിമായ ഒരു സയ്യിദ് ഇനി വേറെ ആരുമില്ല. അവർക്കും നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. റഹ്മാനുറഹീമായ അല്ലാഹ്, ഞങ്ങളെ ഭാര്യമാരെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ജ്യേഷ്ഠാചന്മാരെ കുടുംബങ്ങളെ എല്ലാവരെയും നീ പൊരുത്തപ്പെട്ടവരെ കൂട്ടത്തിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണേ അല്ലാഹ്. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച നമ്മുടെ സംഘടനാ പ്രവർത്തകന്മാർ അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാവരെയും ഒരുപാട് കാലം ഇവിടെ ജീവിച്ച് നിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.